അസുഖം വന്നിട്ട് പോകുക എന്നുള്ളതല്ല, അസുഖം വരാതിരിക്കാൻ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. AI വന്നതോടെ വെച്ചാൽ ഹെൽത്ത് കെയർ മേഖല ഒന്നുകൂടിയും സിംപ്ലിസിറ്റി ആയിട്ടുണ്ട് കുറേ കാര്യങ്ങൾക്ക്. എന്ന് വെച്ചാൽ പേഷ്യൻ്റ് സൈഡിലാണെങ്കിലും ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും AI വെച്ചിട്ടുള്ള നമുക്ക് കുറേ ഡാറ്റാസ് നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് എളുപ്പം ഇന്നതാണ് എന്നുള്ള രീതിയിലേക്ക് ഡോക്ടേഴ്സിന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ AIയുടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്കാനിങ് മെഷീൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ ഇത് ഫൈൻഡിങ്സ് എന്ത് ചെയ്യും, AI ഓട്ടോമാറ്റിക് അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഡോക്ടേഴ്സിന് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കും. പെട്ടെന്ന് നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും, ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിയൊക്കെ അനലൈസ് ചെയ്യാൻ AIയുടെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബേസിക് സൈഡൊക്കെ ഞങ്ങളും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇത് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ ഒരാളെ ഡാറ്റ കോമൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ആൾക്ക് വരുന്ന അസുഖം എന്താണെന്ന് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ റെഗുലറായിട്ട് അതിലേക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളത് അസുഖം വന്നിട്ട് പോകുക എന്നുള്ളതല്ല, അസുഖം വരാതിരിക്കാൻ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ.